നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പ്രസവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവളെ വളർത്തിയതും സംരക്ഷിച്ചതും എല്ലാം നീ തന്നെയല്ലേ. ഞാൻ അവളെ നിന്റെ കയ്യിൽ തന്നതും പൂർണ്ണ മനസ്സോടെയല്ലേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? അവള് വലുതായി വരിക, അവളുടെ സംശയങ്ങൾക്കും വളർച്ചയുണ്ടാവും. ഒടുവിൽ അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരവില്ലാതെ ആവും. പിന്നെ പറയുന്നതൊന്നും അവളോട്ട് വിശ്വസിക്കുകയില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അത് അവളുടെ ചോദ്യത്തിനുള്ള മറുപടി ആവില്ലല്ലോ മോളെ. നീ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. കാര്യമായിട്ട് പറഞ്ഞതാണോ? അത് പിന്നെ ആഗ്രഹിച്ചെടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ. സത്യാമ്മയിൽ നിന്നൊന്ന് മാറി നിൽക്ക, അതേ ആഗ്രഹിച്ചുള്ളൂ. എല്ലാ ഈശ്വരനോട് പറയല്ലാതെ മറ്റെന്ത് വഴി? ഒരു ഭാഗത്ത് നിന്റെ സങ്കടം, മറ്റൊരു ഭാഗത്ത് അച്ഛനെ കാത്തിരിക്കുന്ന സത്യം. എല്ലാം കാണാനും സങ്കടപ്പെടാനും ഞാൻ. ഒന്നോർത്താ നീ പറയുന്നത് തന്നെയാ ശരി. ഒരു തീരുമാനവും ആവാതെ ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാം വിറ്റുപറക്കി എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാ. ഓ, പിന്നെ ഓർക്കും ഓടി ഒളിക്കാനും വേണം ഒരു യോഗം. അതിന് കഴിയാത്തവർക്ക് കണ്ണീര് തന്നെയാ ശരണം. അമ്മേ, അച്ഛനൊരു ഫോട്ടോ ഇട്ടു. പഴയതായാലും മതി. അമ്മയുടെ കയ്യിൽ ഇല്ലല്ലോ മോളെ. ഷോ, കഷ്ടമായിപ്പോയി. എന്നാ പോട്ടെ, അച്ഛൻ എന്ന് വരും? അതെങ്കിലും പറയാൻ പറ്റുമോ മോളെ? അതിപ്പോ അതെ മോളെ, അത് പിന്നെ അച്ഛൻ ഒരിടത്തെ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ട്. അച്ഛനതെല്ലാം ഇട്ടെറിഞ്ഞെങ്കി വന്ന അവരുടെ എല്ലാം പണി പോവൂലേ? അതൊന്നും അല്ല, എന്നെ ഇഷ്ടമല്ല അച്ഛനെ. എന്നെ അച്ഛനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരൂലായിരുന്നോ? എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചോണ്ടാ അച്ഛന്മാര് വരുന്നേന്നറിയോ? അതൊക്കെ പറയുന്ന കേൾക്കുമ്പോ തന്നെ സങ്കടാവും. എന്തിനാ സങ്കടപ്പെടുന്നത്? സത്യമോക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ലേ അച്ഛൻ പോയിരിക്കുന്നത്. എനിക്കെന്തിനാ കാശ്? എനിക്ക് കാശൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാ മാത്രം മതി. മോളെ, ശാരദാമ്മ പറഞ്ഞത് മോള് കേട്ടതല്ലേ? അവിടുത്തെ പണി തീർന്നു കഴിഞ്ഞ എന്റെ മോളുടെ അച്ഛൻ ഇങ്ങ് വരും. തീയതി പറയാവോ? എനിക്കെന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവരെ വിളിച്ച് എനിക്കെന്റെ അച്ഛനെ കാണിക്കാലോ. അതെ, നീ കേട്ടല്ലോ സത്യമോള് പറഞ്ഞത്. ഇനി വിളിക്കുമ്പോ വരുന്ന ദിവസം കൃത്യമായിട്ട് പറയണോന്ന് പറയണം. അന്ന് സത്യമോളുടെ കൂട്ടുകാരെയൊക്കെ നമുക്ക് വീട്ടിലോട്ട് വിളിക്കുകയും വേണം, അല്ലേ? ശ്യാമയാണല്ലോ. ശ്യാമേ. ഹലോ കുഞ്ഞിച്ചി. ശ്യാമേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് കുഞ്ഞിച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറ. കുഞ്ഞിച്ചി, ഇത് ഫോണിൽ സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. എനിക്ക് കുഞ്ഞിച്ചിയെ നേരിട്ട് കാണണം. കുഞ്ഞിച്ചിക്ക് എവിടെ വരാൻ പറ്റും? ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. നിനക്ക് വരാൻ പറ്റുന്ന സ്ഥലം പറ. അത് പപ്പിയുടെ സ്കൂളിന്റെ അടുത്ത് വന്നാ മതി. ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാനൊരു അരമണിക്കൂറിനകത്ത് വരാം. ശരി കുഞ്ഞിച്ചി. എന്താടി അത്? അമ്മ അച്ഛൻ വരുന്ന ദിവസം പറഞ്ഞില്ലല്ലോ. അതെ, അത് പിന്നെ അമ്മ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു ദിവസം പറയും. ആ ദിവസം ഏതാന്ന് സത്യമോളോട് പറയുകയും ചെയ്യും. അന്ന് അച്ഛൻ വരികയും ചെയ്യും. മോളിങ്ങി വന്നേ.
ശാരദാമ്മ മോക്ക് പാലെടുത്ത് തരാം വാ. എനിക്കിപ്പോ വേണ്ട ശാരദാമ്മേ. അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റൂല. മോളിക്ക് വന്നേ, ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായിരിക്കും ക്ഷമയ്ക്ക് പറയാനുള്ളത്? എന്താ ക്ഷമ, എന്താ ഉണ്ടായേ? കുഞ്ഞേച്ചി, നമ്മൾ ഒരാളെ അറിയിക്കാതെ വച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ട സമയമായെന്ന് തോന്നുന്നു. ഇത് നമ്മൾ എത്രത്തോളം ഒളിപ്പിക്കുന്നുവോ അത്രത്തോളം എന്റെ കുഞ്ഞേച്ചിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം എന്റെ കുഞ്ഞേച്ചിക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിന് ഞാനും ഒരു കാരണക്കാരിയാണല്ലോ എന്നുള്ള കുറ്റബോധം എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞേച്ചി, നമുക്കിത് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി മനസ്സിലിട്ട് ചിന്തിച്ച് ഞാൻ ഇല്ലാണ്ടാവും. ഷാമി, എല്ലാം പറയാം, എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ കാഠിന്യം എത്രത്തോളാണെന്ന് നിനക്കോ എനിക്കോ ചിന്തിക്കാനാവില്ല. കുഞ്ഞിച്ചി, പക്ഷെ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പപ്പി മോളെയും അവളുടെ അമ്മയെ കുറിച്ചാകുമ്പോ അത് പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. ഷമേ, അവളുടെ അമ്മ നീ തന്നെയാ, ഇനിയും അങ്ങനെ തന്നെ ആവണം. ഞാൻ പ്രസവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവളെ വളർത്തിയതും സംരക്ഷിച്ചതും എല്ലാം നീ തന്നെയല്ലേ. ഞാൻ അവളെ നിന്റെ കയ്യിൽ തന്നതും പൂർണ്ണ മനസ്സോടെയല്ലേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി കുഞ്ഞേച്ചി സ്വയം ഉരുകിത്തീരുകയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം എനിക്ക് വേണ്ടിയാ കുഞ്ഞേച്ചി ചെയ്യുന്നേ. പക്ഷെ യഥാർത്ഥ സത്യം അതിപ്പോ പപ്പിയുടെ ജീവിതത്തിന് ആവശ്യമായിട്ട് വന്നിരിക്കുക. അതിന് പോറ്റമ്മയല്ല വേണ്ടേ, പെറ്റമ്മ തന്നെയാ. ക്ഷമേ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ ഉദ്ദേശിച്ചു വരുന്നേ? തുടരെ തുടരെ പപ്പിമോൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയാ ജോൾസിനെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ആദ്യം നോക്കിയത് പപ്പിമോളുടെ ജാതകമാ. ജാതകവശാൽ പപ്പിമോൾക്ക് ഇപ്പൊ കഷ്ടകാലമാ. അത് മാറണമെങ്കിൽ ഒരു ഹോമം ചെയ്യണമെന്നാ പറയുന്നേ. പക്ഷെ അത് ചെയ്യേണ്ടത് പപ്പിയുടെ അമ്മയായിരിക്കണം. എന്നാലേ പപ്പിമോളുടെ ദോഷങ്ങൾ മാറും. പപ്പിമോളുടെ രക്ഷയ്ക്കായി നടത്തുന്ന ഈ ഹോമം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തുന്നത് ശരിയാണോ? അങ്ങനെ ഒരു കളവ് കാണിച്ച് നടത്തേണ്ട കർമ്മമാണോ അത്? അമ്മ എപ്പോഴും അമ്മ തന്നെയാ. വണ്ടി നിർത്തിക്കേ. അമ്മയായിട്ട് പലർക്കും വേഷം കെട്ടാം. നൊന്ത് പ്രസവിക്കുമ്പോ കിട്ടുന്ന ഒരു അവകാശം ഉണ്ടല്ലോ. പൊക്കിൾ കൊടിയിൽ നിന്നുണ്ടാവുന്ന ആ ബന്ധം, അതിനെ അറുത്തു മുറിച്ച് കളയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.